കാണാൻ വേണ്ടി ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് മെനക്കെട്ട് നോക്കി. എന്നെ കാണിക്കുക ഒന്നും ചെയ്തില്ല അവർ. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, അവിടുത്തെ ഒരു ലേഡിയാണ്, ഒരു ലേഡിയാണ് അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. അവരെന്നെ വന്ന് കാണുകയും അതുപോലെ തന്നെ ഈ ബോഡിയിലുണ്ടായിരുന്ന ചതവും മുറിവും, അതായത് കാല് മുതൽ തല വരെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ലാപ്ടോപ്പ് കൊണ്ട് ഒരു നിമിഷം കൊണ്ട് അടിച്ച് കൊന്നൊന്നുമല്ലത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് വളരെ അത്രയും ബ്രൂട്ടലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല, അവരെ ഇൻവെസ്റ്റിഗേഷൻ അവിടെ നടന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു അവിടെ. ഇതിന് പോയ സമയത്തായിരുന്നു അവർ അന്വേഷിക്കാൻ വന്നത്. അപ്പോൾ അവിടുത്തെ പിള്ളേർ പറഞ്ഞത് ഈ ചെക്കൻ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഈ കുട്ടീനോട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വളരെയേറെ പ്രാവശ്യം നിർബന്ധിക്കുക. അവിടെയുള്ള ആ പിള്ളേർ അത് കാണുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അവൾ സമ്മതിച്ചില്ല. ഈ ലാസ്റ്റ് സമയത്തേക്ക് പിന്നെ എന്താ ഉണ്ടായെന്നൊന്നും ആർക്കും അറിയില്ല എന്നാണ് ആ പിള്ളേർ പറഞ്ഞത്. കാരണം അത് എന്നോടല്ല, അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് പറഞ്ഞാണ്. അവരത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എംബസിയിൽ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ ആൾ വന്നിരുന്നു, അവരോട് അത് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ എന്താ പറയുക, അംബാസഡർ അവരും അറിഞ്ഞിട്ടുണ്ട് ഇതെല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെയാണ് സത്യത്തിൽ ഉണ്ടായിരുന്നത്. ഈ കൊലപാതകത്തിൻ്റെ കാരണം എന്താണെന്നുള്ളത്, ഇതിൻ്റെ മോട്ടീവ് എന്താണെന്ന് പറഞ്ഞാൽ കറക്റ്റ് അറിയില്ല. സത്യം പറഞ്ഞാൽ ഇതിനറിയില്ല എന്താണെന്നുള്ളത്. പക്ഷേ വളരെയേറെ ഉപദ്രവിച്ചിട്ടാണ് ഈ കുട്ടിയെ മോളെ കൊന്നിട്ടുള്ളത്. അതായത് ദേഹത്ത് മുറിവ് വരാത്ത ഒരു ഭാഗങ്ങൾ ഉണ്ടായിട്ടില്ല ശരീരത്തിൽ, അത്ര ഉപദ്രവിച്ചിട്ടുണ്ട്. ഈ റീപോസ്റ്റ്മോർട്ടം ആവശ്യപ്പെടാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ പോയിട്ട് നമുക്ക് ഇതിൻ്റെ കേസിൻ്റെതായ യാതൊരു കാര്യങ്ങളും കിട്ടുന്നില്ല. പക്ഷേ എംബസിയിൽ നിന്ന് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് അവർ ഒരുപാട് ഹെൽപ്പാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. എംബസിയിൽ നിന്നാണെങ്കിൽ നല്ലപോലെ ഹെൽപ്പ് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടുത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ അവിടുന്ന് ഇത് കേസ് ബലമുള്ളതാണ്, 10 കൊല്ലം 15 കൊല്ലമൊക്കെ അവർക്ക് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില പുറത്തുനിന്ന് അങ്ങനെ കേട്ടതാണ്, ചിലപ്പോൾ പെട്ടെന്ന് പോരാ അങ്ങനെയൊക്കെ ഒരു ഇത് വന്നത്. അങ്ങനെ വന്നാൽ ഒരു കാരണവശാലും ആ ചെക്കൻ രക്ഷപ്പെടരുത് എന്ന കാരണം കൊണ്ട് തന്നെയാണ് ഇവിടെ റീപോസ്റ്റ്മോർട്ടം ചെയ്ത് ഈ കേസ് ഇത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിക്കുന്നത്. വലിയ സാമ്പത്തിക സ്ഥിതി ഉള്ളതാണ് ഈ പയ്യൻ എന്ന് പറയുന്നത്. ചെക്കൻ്റെ ഈ പയ്യൻ്റെ അച്ഛനും അമ്മയും എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു ഇതാണ്. ചെക്കൻ്റെ അച്ഛനും അമ്മയും ഇവിടുത്തെ കേരള ഗവൺമെൻറ്റിലെ ജീവനക്കാരാണെന്നാണ് കേട്ടത്. ചേട്ടനുള്ളത് ഡോക്ടറാണ്, അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്.